ഇന്നത്തെ ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി ഉള്ളവരായിരിക്കാം. ഇന്നത്തെ ചർച്ച് സർവീസിൽ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെയും ദൈവം തരുന്ന അവസരത്തിനായിട്ട് നന്ദിയുള്ളവരായിട്ട് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് ഈ ചർച്ച് ഹാളിലും ഓൺലൈനായിട്ടും ദൂരത്തും ചാരത്തുമായിട്ട് ഈ ചർച്ച് സർവീസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കേട്ടതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ കരുതുന്നു. നമ്മെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് ഒന്നും തടസ്സപ്പെടുത്താതെ നമുക്ക് താല്പര്യത്തോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഇന്നായിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്ന് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 8 വേഴ്സസ് 5 to 13. അവിടെ ഇങ്ങനെ പറയുന്നു: അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാൻ അധികാരത്തിന് കീഴിൽ ഉള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം മുതൽ നോക്കിയാൽ ഇവിടെ പറയുന്ന 5-ാം വാക്യത്തിൽ പറയുന്നു, യേശു കഫർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് അപേക്ഷിച്ചു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? യേശു കഫർന്നഹൂമിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ശതാധിപൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ആ കാലത്ത് ആ ദേശം ഭരിക്കുന്നത് റോമായിരുന്നു. റോമൻ പട്ടാളം ദേശത്ത് ചുറ്റുമുണ്ട്. യഹൂദന്മാർ അവിടെ ഉണ്ട്, വ്യാധികളുണ്ട്. ഇവരെ എല്ലാവരുടെയും മേൽ ഭരിക്കുന്നത് റോമ സാമ്രാജ്യമാണ്. ആ റോമ സാമ്രാജ്യത്തിലെ ഏകദേശം 100 ആൾക്കാരുടെ ഒരു ആർമിയെ ലീഡ് ചെയ്യുന്ന ആളാണ് ഒരു ശതാധിപൻ എന്ന് പറയുന്നത്. ശതാധിപൻ എന്ന് പറഞ്ഞാൽ സെഞ്ചൂറിയൻ, എ പേഴ്സൺ ഹൂ ഈസ് ഓവർ 100 പീപ്പിൾ. അപ്പം അങ്ങനെ ഒരു ആർമിയെ ലീഡ് ചെയ്യുന്ന ഒരു ശതാധിപനാണ് ഈ വ്യക്തി. സോഷ്യലി നോക്കിയാൽ, അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ ഭരണകൂടത്തിൽ വലിയൊരു അതോറിറ്റിയുള്ള ഒരു പൊസിഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി ഒരു യഹൂദനിലേക്ക് സഹായത്തിന് തിരിയുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു റോമൻ വ്യക്തി ഒരു യഹൂദൻ്റെ അടുക്ക് സഹായത്തിന് ചോദിക്കുന്നത് അത് വളരെ അവരെ തന്നെ ഒരു കുറച്ച് കാണുന്നൊരവസ്ഥയാണ്. എന്നാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. അവൻ യേശുവിനെ കാണുന്നത് അവനെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അവൻ യേശുവിനെ കാണുന്നത് ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ്. മനസ്സിലാക്കിയ ഈ റോമൻ വ്യക്തി യഹൂദൻ്റെ അടുത്തേക്ക് വരികയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനെ സഹായിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തിയായിട്ട്, രക്ഷകനായിട്ടാണ് അവൻ യേശുവിനെ കാണുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഒരു സാഹചര്യം വന്നു, അവന് സ്വയമായിട്ട് അതിനെ പരിഹരിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. മനസ്സിലാക്കുക, അവൻ്റെ ജീവിതത്തിൽ അവൻ വളരെ അധികാരത്തിൽ, വളരെ പൊസിഷനിലും പവറും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു സാഹചര്യമുണ്ടായി, ഒരു അവസ്ഥയുണ്ടായി, അവന് സ്വയമായിട്ട് അതിനെ പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അവൻ്റെ പൊസിഷനോ അവൻ്റെ കോണ്ടാക്ട്സിനോ അവൻ്റെ സ്റ്റേറ്റസിനോ അവൻ്റെ മണിക്കോ അവൻ്റെ എബിലിറ്റിക്കോ ആ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല.
മനസ്സിലാക്കുക, അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ സ്ഥാനത്തിനോ അവൻ്റെ ബന്ധങ്ങൾക്കോ അവൻ്റെ പദവിക്കോ അവൻ്റെ പണത്തിനോ അവൻ്റെ കഴിവിനോ ഈ ഒരവസ്ഥയിൽ അവന് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. നമ്മളുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകത്തില്ലേ? നമ്മളുടെ പൊസിഷനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റസിനോ നമ്മുടെ കോണ്ടാക്ട്സിനോ ആർക്കും നമ്മളെ സഹായിക്കാൻ വയ്യാത്തൊരവസ്ഥ, നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും നമുക്ക് പരിഹാരം ഉണ്ടാകാത്ത ഒരവസ്ഥ. നമ്മളും കടന്നു പോകും ജീവിതത്തിൽ അങ്ങനെ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ആരിലേക്കാണ് തിരിയുന്നത്? ഈ മനുഷ്യൻ യേശുവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആരിലേക്ക് തിരിയും? ഇവൻ കണ്ടത് യേശു മാത്രമാണ് എനിക്ക് സഹായം, യേശു മാത്രമാണ് എനിക്ക് ആശ്രയം. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളൊരു വ്യക്തിയിലോ നമ്മുടെ സ്വന്തം കഴിവിലോ നമ്മൾ ആശ്രയം വെച്ചാൽ അവിടെ എല്ലാം നമ്മൾ നിരാശപ്പെട്ടു പോകും. എന്നാൽ ഇവൻ മനസ്സിലാക്കി, എനിക്ക് ഇതെല്ലാം ഉണ്ട്, പൊസിഷനുണ്ട്, മണിയുണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്, എബിലിറ്റി ഉണ്ട്, പക്ഷേ ഇതൊന്നും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കുവാൻ കഴിയത്തില്ല. അതവന് വ്യക്തമായിട്ട് മനസ്സിലായി. എനിക്ക് ആരെങ്കിലും ആശ്രയം വെക്കുവാൻ കഴിയത്തില്ല. അവൻ യേശുവിലേക്ക് തിരിയുകയാണ്. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ മറ്റൊന്നിലേക്കും മറ്റാരിലേക്കും നമ്മളുടെ ആശ്രയം വെക്കരുത്. അങ്ങനെ ആശ്രയം വെച്ചാൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. യേശു ക്രിസ്തുവിനെ നമ്മൾ ആശ്രയമാക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ നമ്മളുടെ സഹായമാക്കുകയാണെങ്കിൽ യഥാർത്ഥമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് ദൈവം തന്നെ ചെയ്തു തരും. അതുകൊണ്ടാണ് സങ്കീർത്തനം 46:1 പറയുന്നത്. Psalm 46:1 says, God is our refuge, God is our strength, an ever-present help in time of trouble. ഹല്ലേലൂയ. യഹോവ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടകാലങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. God is our refuge and strength, a very present help in time of trouble. A very present help എന്ന് പറഞ്ഞാൽ എന്താണ്? In a time of trouble he is present there. Present, sir. Absent അല്ല. He is not an absent God. He is an ever present God, especially in your time of trouble. അതുകൊണ്ട് ഇന്ന് പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, നിനക്കൊരു കാര്യം ഉറപ്പിക്കാം, എൻ്റെ ദൈവം എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാകുന്നു. ആമേൻ, ആമേൻ. എൻ്റെ ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു. എൻ്റെ കഷ്ടങ്ങളിൽ എൻ്റെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. മറ്റെല്ലാവരെക്കാട്ടിലും മറ്റെന്തിനേക്കാട്ടിലും എൻ്റെ ഏറ്റവും അടുത്ത തുണയാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ നാം ദൈവത്തിനെ അറിയണം. ഈ വ്യക്തി അങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്. അവൻ്റെ സങ്കേതമായിട്ട്, അവൻ്റെ ബലമായിട്ട്, അവൻ്റെ കഷ്ടത്തിൽ അവൻ്റെ ഏറ്റവും അടുത്ത തുണയായിട്ടാണ് അവൻ അറിഞ്ഞത്. അവൻ യേശുവിലേക്ക് തിരിഞ്ഞു. സങ്കീർത്തനം 121:1-2 Psalm 121:1-2 എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അതൊരു ചോദ്യമാണ്. എൻ്റെ പ്രയാസത്തിൽ എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ഞാൻ ഈ ലോകത്തിൽ കാണുന്ന എനിക്കുള്ളതിൽ നിന്ന് എന്തിലെങ്കിലും വരുമോ? ഇല്ല. നമ്മളെല്ലാവരും അങ്ങനെ ഈ അവസ്ഥയിലെത്തും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. ആർക്കും പറയുവാൻ പറ്റത്തില്ല ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകത്തില്ല എന്ന്. എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയുള്ള അവസ്ഥ. പക്ഷേ ആ സമയത്ത് നമ്മുടെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ നമ്മളുടെ സഹായം എവിടെ നിന്ന് വരും? നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരും. ഹല്ലേലൂയ. ഈ പർവ്വതങ്ങളിലേക്ക് കണ്ണുയർത്തുന്നതെന്ന് പറയുന്നതിൻ്റെ അത് മനസ്സിലാക്കണം. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്ന്. നാം നിരപ്പിൽ നിൽക്കുന്നവർ, നാം ഇങ്ങനെ താഴെ നോക്കുന്നവർ മുകളിലേക്ക് നോക്കിയാണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നതെന്ന് പറയുന്നത്. ഐ ആം ലുക്കിംഗ് ഫ്രം ദ നാച്ചുറൽ ടു ദ സൂപ്പർ നാച്ചുറൽ. ഐ ആം ലുക്കിംഗ് ഫ്രം ഡൗൺ ടുവേർഡ്സ് ഗോഡ്. ഐ ആം ലുക്കിംഗ് ഫ്രം ദ ഹ്യൂമാനിറ്റി ടു ഗോഡ്. ഹല്ലേലൂയ. മാനുഷികമായിട്ടുള്ളതിൽ നിന്ന് അമാനുഷികമായിട്ടുള്ളതിലേക്ക് ഞാൻ നോക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, ഉയരത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണ്, എൻ്റെ ദൃഷ്ടി ഈ ലോകത്തിലുള്ളതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ ദൃഷ്ടി ദൈവത്തിലേക്ക് ഞാൻ വെക്കുകയാണ്. എൻ്റെ സഹായം അപ്പോൾ എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരും. ദൈവമക്കളെ, നമ്മൾ ഈ കടന്നു പോകുന്നത് വളരെ പ്രയാസമുള്ള സമയങ്ങളിൽ കൂടിയാണ്. നമ്മളുടെ ഈ ലോകത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി വെച്ചാൽ പല കാര്യങ്ങളും പലരും പറയും. പക്ഷെ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ദൈവത്തിലേക്ക് നോക്കണം. നമ്മളുടെ സഹായം ദൈവത്തിൽ നിന്ന് വരും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്നല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കുവാൻ ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ച ആ ദൈവത്തിൽ നിന്ന് എൻ്റെ സഹായം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാക്കയെ അയച്ച് എനിക്ക് ഭക്ഷണം തരുവാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഉറവ നൽകി എനിക്ക് വെള്ളം നൽകുവാൻ കഴിവുള്ള ദൈവമാണ്. കാരണം ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിലേക്കാണ് എൻ്റെ കണ്ണ് ഞാൻ ഉയർത്തുന്നത്. എൻ്റെ സഹായം യഹോവയെങ്കിൽ നിന്ന് വരും. അങ്ങനെയുള്ള വ്യക്തിക്ക് സങ്കീർത്തനം 63:7-8 വാക്യങ്ങൾ പറയാൻ പറ്റും. A person like that can tell about God. Psalm 63:7-8. Because you are my help, I sing in the shadow of your wings. I cling close to you, your right hand upholds me. എന്താണ് പറയുന്നത്? 7-ാം വാക്യം, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലങ്കൈ നിന്നെ താങ്ങുന്നുവെങ്കിൽ ദൈവ പൈതലേ, നിൻ്റെ ജോലിയിൽ, നിൻ്റെ ബിസിനസ്സിൽ എപ്പോഴും നിന്നെ പിടിച്ച് നിന്നെ ഉയർത്തി നിന്നെ നിർത്തുന്നത് നിൻ്റെ ദൈവമാണ്. അതാണ് പറയുന്നത്, നിൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഹല്ലേലൂയ. യുവർ റൈറ്റ് ഹാൻഡ് അപ്ഹോൾഡ്സ് മീ. വെൻ ഐ എം ഗോയിങ് ഡൗൺ യു വിൽ ഹോൾഡ് മീ അപ്പ്. അതാണ് ദൈവത്തിൻ്റെ സഹായം. അങ്ങനെയാണ് ഈ വ്യക്തി കർത്താവിലേക്ക് തിരിയുകയാണ്. യേശുവിൻ്റെ അടുത്തേക്ക് ഇവൻ വരികയാണ്. എന്തായിരുന്നു അവൻ്റെ അപേക്ഷ? യേശുവിനോട് അവൻ പറയുകയാണ്, 6-ാം വാക്യം, ആദ്യമേ അവൻ യേശുവിലേക്ക് വന്നു. അതുകൊണ്ട് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത്, പ്രയാസവേളകളിൽ നമ്മുടെ ആശ്രയവും നമ്മുടെ സഹായവും ദൈവമാണ്, യേശുവാണ്. ഹല്ലേലൂയ. മറ്റാരെക്കാളും ദൈവം വ്യക്തികളെ ഉപയോഗിക്കും നമ്മളെ സഹായിക്കുവാനായിട്ട്. പക്ഷെ അവരിലാകരുത് നമ്മളുടെ ആശ്രയം. God may use people to help you, but your dependence should not be on that person. Your dependence should be on God. Hallelujah. അങ്ങനെ ദൈവത്തെ അറിയുക. രണ്ടാമതായിട്ട് 6-ാം വാക്യത്തിൽ എന്താണ് ഇവൻ പറയുന്നത്? അവൻ യേശുവിനോട് പറയുവാണ്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഇവൻ യേശുവിനോട് അപേക്ഷിച്ച് പറയുകയാണ്, എൻ്റെ ബാല്യക്കാരൻ, വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഹിസ് റിക്വസ്റ്റ് വാസ് വെരി ക്ലിയർ. ഇവിടെ പറയുന്നു, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ച് പറഞ്ഞു. ഹി ഹാഡ് എ ക്ലിയർ റിയലൈസേഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഹിസ് പ്രോബ്ലം. അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ പ്രയാസം എന്തുവാണ്, പ്രശ്നം എന്തുവാണ്, സാഹചര്യം എന്തുവാണ്, അതിനെപ്പറ്റി അവന് വ്യക്തമായിട്ടൊരു ബോധമുണ്ടായിരുന്നു. അതവൻ അംഗീകരിക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് വിശ്വാസികളായ ദൈവമക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം എന്തുവാണെന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടൊരു ബോധമുണ്ടോ? നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നം ഒന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നമായിട്ട് പറയുന്നത് മറ്റൊന്നാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കത്തില്ല. യു ഹാവ് ടു ഫസ്റ്റ് അക്സെപ്റ്റ് വാട്ട് യുവർ പ്രോബ്ലം ഈസ്, ഇൻ സം കേസസ് വാട്ട് യുവർ ഫോൾട്ട് ഈസ്. അത് നമ്മൾ വ്യക്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. അല്ലാതെ അതിനെ മറച്ചു വെച്ചിട്ട് വേറൊരു വിഷയത്തെ നമ്മളുടെ പ്രശ്നമായിട്ട് പറഞ്ഞ് അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒന്നും ലഭിക്കത്തില്ല ഉത്തരം. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് എന്താണ് നിൻ്റെ പ്രശ്നം, എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിപ്പോയത്, എവിടെയാണ് നിൻ്റെ ജീവിതത്തിലെ ആ ഒരു കാര്യം വീണുടഞ്ഞു പോയത്, അതിനെ വ്യക്തമായിട്ട് നീ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് എന്തുവാണ് നമ്മളുടെ പ്രശ്നമെന്നുള്ളത് അംഗീകരിക്കണം, അത് മനസ്സിലാക്കണം, അത് ദൈവത്തോട് സമ്മതിക്കണം. ദൈവമേ, ഇതാണ് എൻ്റെ പ്രശ്നം. ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു വിഷയം ഒന്നായിരിക്കാം, പക്ഷേ നമ്മൾ ദൈവത്തോട് പറയുന്നതും മറ്റുള്ളവരോട് പറയുന്നതും വിഷയം വേറേതാണ്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കത്തില്ല. ഇവൻ വ്യക്തമായിട്ട് ഇവന് അറിയാമായിരുന്നു എന്താണ് എൻ്റെ പ്രശ്നം. എൻ്റെ ദാസന്, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വീട്ടിൽ വേദനപ്പെട്ട് കിടക്കുന്നുവെന്ന് അപേക്ഷിച്ച് പറഞ്ഞു. 1 ദിനവൃത്താന്തങ്ങൾ 29:17 വാക്യം, ഫസ്റ്റ് ക്രോണിക്കിൾസ് 29:17 says, എന്താണ് പറയുന്നത്? എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്താണ് പറയുന്നത്? ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു. You are a God who tests the heart and have pleasure in uprightness. ദൈവം നമ്മളുടെ ഹൃദയത്തെ കാണുന്നു. ദൈവം മുൻപാകെ സത്യത്തോടെ നിൽക്കുന്നവനെ ദൈവം പ്രസാദിക്കുന്നു. നമ്മൾ ദൈവം മുൻപാകെ വരുമ്പോൾ സത്യത്തോടെ വരിക. എന്താണ് നിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം?
അതിൽ കിടന്ന് ദൈവത്തോട് ഉരുണ്ട് കളിക്കരുത്. ദൈവം മുൻപാകെ ഉരുണ്ട് കളിക്കരുത്. ദൈവം മുൻപാകെ വരുമ്പോൾ, ദൈവമേ ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ കുഴപ്പം, ഇവിടെയാണ് എനിക്ക് സഹായം ആവശ്യം ദൈവമേ, അത് വ്യക്തമായിട്ട് ദൈവത്തോട് പറയുക. വചനം പറയുന്നത് എന്താണ്? മത്തായി 5:8 ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഫോർ ദേ ഷാൽ സീ ഗോഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവം മുൻപാകെ ഹൃദയശുദ്ധിയോടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങൾ അംഗീകരിക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കാണും. ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ എന്തോ? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വ്യാപരിക്കും, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കും, ദൈവം തന്നെ നമുക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്തു തരികയും ചെയ്യും. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഇയാൾ വളരെ ഒരു ഹൈ റാങ്കിങ് ഒഫീഷ്യലായിരുന്നു. ഹി വാസ് എ റോമൻ ഒഫീഷ്യൽ, എ ഹൈ റാങ്കിങ് ഒഫീഷ്യൽ. അപ്പോൾ ഇയാളുടെ വീട്ടിൽ ഒരു വേലക്കാരനെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളെക്കാളും സാമ്പത്തികമായിട്ട് കുറഞ്ഞ ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിയായിരുന്നായിരിക്കാം. ചിലപ്പോൾ അവൻ റോമൻ ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും വ്യക്തിയായിരുന്നായിരിക്കാം. എന്നാൽ ഇവനൊരു പ്രയാസം വന്നപ്പോൾ മനസ്സിലാക്കുക, ഇയാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, അതായത് ഇയാളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവനൊരു പ്രയാസം വന്നു, അവന് പക്ഷപാതം വന്നു, വളരെ വേദനയിൽ കഴിയുകയാണ്. ഇന്നത്തെ രീതി അനുസരിച്ച് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ അങ്ങനെയുള്ളവനെ ആദ്യം അങ്ങ് ടെർമിനേറ്റ് ചെയ്യുക, അല്ലയോ? ഇവനെ കൊണ്ടിട്ട് എൻ്റെ ആവശ്യങ്ങൾ മുൻപോട്ട് നടക്കത്തില്ല, അവനൊരു എൻഡ് ഓഫ് സർവീസും കൊടുത്ത് അവനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്യുക. സൗകര്യമായല്ലോ, ഇനി ഇവൻ നമ്മുടെ പ്രശ്നമല്ല. എന്നാൽ ഈ വ്യക്തി അങ്ങനെയല്ല കണ്ടത്. ഇവൻ്റെ വേലക്കാരൻ്റെ വേദന അവൻ്റെ വേദനയായിട്ട് അവൻ എടുത്തു. ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന വ്യക്തിയാണിവൻ, അവൻ്റെ വേദന എൻ്റെ വേദനയാണ്. അവൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളും എൻ്റെ ദൈവം തന്നിരിക്കുന്ന വ്യക്തികളും എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ എടുത്ത് കളയാനല്ല. The things and the people that God has given you in your life are not to be thrown away at your bidding. If it is broken, take it to Jesus. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും എന്തെങ്കിലും അതിനൊരു കുഴപ്പം വരുമ്പോൾ അതിനെ എടുത്ത് കളയുവാനല്ല ദൈവം തന്നിരിക്കുന്നത്. അതിന്ന് വീണുടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലേ, അത് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുക. യേശു അതിന് നിനക്ക് നല്ലതാക്കി തരും. ഹല്ലേലൂയ. അഗെയിൻ ഐ എം ടെല്ലിങ് യു, നിങ്ങളുടെ വിവാഹ ജീവിതമാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തമാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ, നിങ്ങളുടെ ജോലിയാണെങ്കിൽ, അത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതിനെ ഡിസ്കാർഡ് ചെയ്യാതെ അത് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുക. യേശു അത് നിനക്ക് നല്ലതാക്കി തരും. ഇന്നത് ഇടഞ്ഞു പോയ ഒരവസ്ഥയായിരിക്കാം, എന്നാൽ ഈ ശതാധിപൻ ചെയ്തതുപോലെ അത് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുക. അവന് വളരെ ഈസി ആയിരുന്നു, ഈ വേലക്കാരനെ മാറ്റി വേറൊരു വേലക്കാരനെ വെക്കാം, അല്ലേ? പക്ഷെ അവൻ ചെയ്തില്ല. എന്താണ്? എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വ്യക്തിയാണിവൻ, ഇവൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നമാണ്. അങ്ങനെ നാം മനസ്സിലാക്കണം. അതൊരു വ്യക്തിയായിരിക്കാം, അതൊരു കാര്യമായിരിക്കാം, എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ അതിനെ എടുത്ത് കളയാതെ അത് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇവൻ യേശുവിൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുവന്നു. അവൻ്റെ പ്രയാസത്തെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശുവാണ് എനിക്കിതിൽ എന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തിയെന്ന് വിശ്വാസത്തോടെ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. ഹല്ലേലൂയ. 1 പത്രോസ് 5:7 പറയുന്നത്, 1 Peter 5:7, നമ്മൾ അങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ദ ബൈബിൾ സേസ് കാസ്റ്റ് യുവർ കെയർസ് ഓൺ ദ ലോർഡ് ഫോർ ഹി കെയർസ് ഫോർ യു. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? നിങ്ങൾക്കായി അവൻ കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്കാണ് എല്ലാ ചിന്താകുലവും യേശുവിൻ്റെ മേൽ വെക്കുവാൻ കഴിയും. അപ്പോൾ യഥാർത്ഥമായിട്ട് യേശു നമ്മളെ കരുതുന്നുവെന്ന് നമുക്ക് രുചിച്ചറിയുവാനും കഴിയും. ഹല്ലേലൂയ. അങ്ങനെ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ യേശുവിനോട് അവൻ്റെ അപേക്ഷ പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുക, ആദ്യമേ അവൻ ചെയ്തത്, അവൻ യേശുവിൻ്റെ അടുത്ത് വന്നു. മനസ്സിലാക്കുക, ഒരു ശതാധിപനാണ്, യേശു ഒരു യഹൂദനാണ്. ഒരു രീതിയിൽ ചിന്തിച്ചാൽ അതൊരു കുറവാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്തേക്ക്, ഒരു റോമൻ ഒരു യഹൂദൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അവൻ അങ്ങനെയല്ല കണ്ടത്. അവൻ യേശുവിനെ അവൻ്റെ രക്ഷകനായിട്ടാണ് കണ്ടത്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അവൻ്റെ അപേക്ഷ യേശുവിനോട് എന്തായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയാണ് കർത്താവേ, അവിടുന്ന് സഹായിക്കണമേ. അവൻ്റെ പ്രയാസത്തെ യേശുവിനോട് പറഞ്ഞു. യേശു എന്താണ് ഉത്തരം പറഞ്ഞത്? 7-ാം വാക്യം. യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ.
യേശു വന്ന് അവനോട് പറയുകയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ദൈവ പൈതലേ, ഇങ്ങനെ നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഉത്തരം എന്താണ്? ഞാൻ ഇപ്പോൾ വന്ന് നിനക്കായിട്ടുള്ള അത്ഭുതം ചെയ്തു തരും, ഞാൻ നിനക്കായിട്ടുള്ള ആവശ്യം ഞാൻ നിറവേറ്റിത്തരും ദൈവ പൈതലേ എന്നാണ് യേശു പറയുന്നത്. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. യേശു എന്താണ് പറയുന്നത്? നീ എൻ്റെ അടുക്കൽ വന്നതുകൊണ്ട്, നീ നിൻ്റെ സാഹചര്യത്തെ അതിനെ മൂടി വെക്കാതെ അത് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞതുകൊണ്ട്, നീ നിൻ്റെ ഭാരമെല്ലാം എൻ്റെ മേൽ വെച്ചതുകൊണ്ട് ഞാൻ വന്ന് നിനക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്തു തരും. ഹല്ലേലൂയ. ദൈവമക്കൾ ഈ സമയത്ത് മനസ്സിലാക്കണം, നമ്മളെല്ലാവരും കടന്നു പോകുന്നത് കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ചില അവസ്ഥയിൽ കൂടിയാണല്ലേ. നാളെയെപ്പറ്റി പല കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ നടക്കുന്നതല്ല. എന്നാൽ ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ നാം ഈ ശതാധിപൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നതുപോലെ വരികയാണെങ്കിൽ നമ്മൾക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്തു തരുവാൻ നമ്മുടെ ദൈവം കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുകയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. നീ എൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് ഞാൻ വന്ന് നിനക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്തു തരും. അതാണ് യേശു പറയുന്നത്. മത്തായി 11:28 വാക്യം, മാത്യു 11:28, കം ടു മീ, come to me all ye who are weary and heavy laden and I will give you rest. അധ്വാനിച്ചും ഭാരം ചുമന്നും നടക്കുന്നവരെ എൻ്റെ അടുത്തേക്ക് വരുവീൻ. ആദ്യമേ അതാണ് നടക്കേണ്ടത്. നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ യേശു എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സോ ഇഫ് യു കം ടു ജീസസ് ഹി വിൽ ഗീവ് യു. ഇവിടെയും ഇവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ യേശു എന്താണ് പറയുന്നത്? ഐ വിൽ കം ആൻഡ് ഹീൽ ഹിം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ പ്രയാസം, യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ പ്രശ്നം, യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ആ ഒരു സാഹചര്യം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം. യേശു പറയുകയാണ്, ഞാൻ വന്ന് നിനക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്തു തരും. യോഹന്നാൻ 6:37 വാക്യം, John 6:37, ജീസസ് സേസ്, ഹി ഹു കംസ് ടു മീ ഐ വിൽ ഇൻ നോ വൈസ് കാസ്റ്റ് ഔട്ട്. എന്താണ് യേശു പറയുന്നത്? എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന വ്യക്തിയെ യേശു ഒരിക്കലും തള്ളിക്കളയുകയില്ല. യേശുവിൻ്റെ അടുത്തേക്ക് നാം ഇന്ന് കേട്ടതുപോലെ വരുന്ന വ്യക്തിക്ക് യേശു ആവശ്യമായിട്ടുള്ളത് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. ഇന്ന് നിൻ്റെ ജീവിതത്തിലെ ആവശ്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിൻ്റെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതായിരിക്കാം, നിൻ്റെ പദവിക്കോ നിൻ്റെ ബന്ധങ്ങൾക്കോ നിൻ്റെ കഴിവിനോ ഒന്നും അതിൻ്റെ പരിഹാരം കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് അതുമായിട്ട് നീ യേശുവിൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ, സത്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ, മറച്ചു വെക്കരുത്. അതും ഇതൊന്നും യേശുവിൻ്റെ അടുക്കൽ പറയേണ്ട ആവശ്യമില്ല. ദൈവം എല്ലാം കാണുന്ന ദൈവമാണ്. സത്യമായിട്ട് കർത്താവിനടുത്ത് വരികയാണെങ്കിൽ ഇന്ന് നിൻ്റെ സഹായം ദൈവത്തിങ്കിൽ നിന്ന് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞവനോട്, ഞാൻ വന്ന് നിനക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്തു തരും. അതൊരു ഉറപ്പാണ്, അത് ഒരു ആക്ഷനാണ്, ഞാൻ ചെയ്യുവാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ അന്നേരം അവൻ യേശുവിനോട് പറയുകയാണ്, 8 വാക്യം, അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്താണ് അവൻ പറയുന്നത്? യേശുവേ, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു റോമൻ ശതാധിപൻ യഹൂദനോട് പറയുകയാണ്. അപ്പോൾ പലരും പറയാം, റോമൻ ഇല്ലയോ യഹൂദനേക്കാൾ വലിയ ശ്രേഷ്ഠ. അല്ല, അവൻ കണ്ടത് എന്തുവാ? ദൈവത്തിൻ്റെ പുത്രൻ, ഹല്ലേലൂയ, എൻ്റെ രക്ഷകൻ. അവൻ യേശുവിനോട് പറയാണ്, കർത്താവേ, ലോർഡ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ പറയുകയാണ്, അങ്ങ് എൻ്റെ വീടിനകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കുക ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മുടെ നന്മ കൊണ്ട് ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മളൊക്കെ പറയുമ്പോൾ, ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് നന്മ ചെയ്തതുകൊണ്ടാണ് ദൈവം എനിക്കിപ്പോൾ ഈ ചെയ്തു തന്നേക്കുന്നത്, അല്ലേ? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് പറയും, നമ്മൾ ആരോടും പാപം ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ നന്മയെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്ത തിന്മയ്ക്കോ? നമ്മൾ ചെയ്ത നന്മയ്ക്കാണ് ഇതെല്ലാം അനുഗ്രഹം എല്ലാം കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്ത തിന്മയ്ക്കോ? അതിൻ്റെ ശിക്ഷ ദൈവം ഒന്ന് തന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ നിന്നേനെ? അതുകൊണ്ട് ആരും വിചാരിക്കരുത് നമ്മളെന്തോ നന്മ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹം എല്ലാം കിട്ടുന്നത്. അല്ല, കൃപയാൽ മാത്രമാണ്. ഇറ്റ് ഈസ് ഓൺലി ബൈ ഗ്രേസ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ ഗുഡ്നസ് ഓർ യുവർ ഗുഡ്നസ്. ഒരിക്കലും നമ്മൾ പറയരുത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ചോദ്യമുണ്ട്, അപ്പം നമ്മൾ ചെയ്ത തിന്മയ്ക്കോ? അതിന് ദൈവം നമ്മളെ ശിക്ഷിച്ചെങ്കിൽ നമ്മൾ എവിടെ നിൽക്കും?
നമ്മളിവിടെ കാണത്തില്ല. ഇറ്റ് ഈസ് ഓൺലി ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നാം പ്രാപിക്കുന്നത്. യോഹന്നാൻ 1:16 പറയുന്നു, ഫ്രം ദ ഫുൾനെസ് ഓഫ് ഹിസ് ഗ്രേസ്, John 1:16, from the fullness of his grace we have received one blessing after another. അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. It is from the fullness of his grace that we receive one blessing after another. Romans 8:32, റോമർ 8:32 പറയുന്നത്, God has given us all things freely through Jesus Christ. ഇവിടെ പറയുന്നത് എന്താണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നന്മ കൊണ്ടൊന്നും അല്ല, കൃപയാലാണ്, യേശു ക്രിസ്തുവിൽ കൂടിയാണ് നാം പ്രാപിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അല്ലാതെ എൻ്റെ നന്മ കൊണ്ടോ എൻ്റെ പാരമ്പര്യം കൊണ്ടോ ഞാൻ പള്ളി പണിത് കൊടുത്തതുകൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അവൻ്റെ താഴ്മയായിരുന്നു അവൻ വ്യക്തമാക്കുന്നത്. യേശുവിൻ്റെ മുൻപേ ഞാൻ ഒന്നുമല്ല. അവൻ്റെ എളിമ, അവൻ്റെ താഴ്മ അവൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. അവൻ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ആ ഒരു വിനയം നോക്കിക്കേ. ലുക്ക് അറ്റ് ദാറ്റ് ഹ്യൂമിലിറ്റി. ആ ഒരു എളിമ ദൈവം മുൻപാകെ ദൈവത്തോട് പറയുകയാണ്, ഞാൻ അങ്ങിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ യോഗ്യനല്ല ദൈവമേ. യേശു പറഞ്ഞു, ഞാൻ വരാം. അവൻ പറയാണ്, കർത്താവേ, അതിന് ഞാൻ യോഗ്യനല്ല അങ്ങൻ്റെ വീട്ടിൽ വരുവാൻ. യാക്കോബ് 4:6, James chapter 4:6, the Bible says, God opposes the proud but gives grace to the humble. എന്താണ് പറയുന്നത്? യാക്കോബ് 4:6, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. God gives grace to the humble. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. യാക്കോബ് 1:21, James 1:21, അവിടെ പറയുന്നത്, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ഹംബ്ലി അക്സെപ്റ്റ് ദ വേർഡ് പ്ലാന്റഡ് ഇൻ യു വിച്ച് ക്യാൻ സേവ് യു. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഈ ശതാധിപൻ എന്താണ് ചെയ്തത്? ആദ്യമേ അവൻ്റെ വിനയമാണ്, അവൻ്റെ താഴ്മയാണ്, എളിമയാണ് വെളിപ്പെടുത്തിയത്. This man's humility was positioning him to receive from Jesus. Hallelujah. The centurion's humility positioned him for the grace of God to flow into his life. ഇവൻ യേശുവിൻ്റെ മുൻപാകെ പ്രകടമാക്കിയ ആ ഒരു എളിമ, ആ ഒരു വിനയം, ആ ഒരു താഴ്മ അവന് ദൈവത്തിൽ നിന്ന് കൃപയാൽ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അവനെ ആ വ്യക്തമായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ട് നിർത്തുകയായിരുന്നു. This man's humility positioned him for the grace of God to flow into his life. Hallelujah. Hallelujah. ഇവിടെ പറയുന്ന യാക്കോബ് 1:21 എന്താണ്? Humbly accept the word planted in you which can save you. അതായത് when you receive the word into a humble heart, into a humble life, that word will save you. ഈ മനുഷ്യന് ആ ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നു. ഇവൻ്റെ ജീവിതത്തിൽ ആ ഹ്യൂമിലിറ്റിയാണ് അവൻ പ്രകടമാക്കിയത്. കർത്താവേ, ഞാൻ ഒന്നുമല്ല. ആ താഴ്മയുള്ള ഹൃദയത്തിലേക്കാണ് വചനം വരുന്നത്. എന്താണ് അവൻ പറഞ്ഞത്? കർത്താവേ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞ് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി. ഞാൻ ആരുമല്ല ദൈവമേ. ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ് ഹ്യൂമിലിറ്റി. ആ ഒരു താഴ്മയുള്ള ജീവിതത്തിലേക്ക് വചനം വരുമ്പോൾ അടുത്തായിട്ടും പറഞ്ഞത് എന്താണ്? ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ദാറ്റ് വാസ് ഹംബിൾ ഫെയ്ത്ത്. അവൻ വിശ്വസിച്ചത് എന്താണ്? യേശുവിൻ്റെ വാക്കുകളുടെ ശക്തിയിലാണ് അവൻ വിശ്വസിച്ചത്. താഴ്മ പ്രകടമാക്കി എന്നിട്ട് പറയുവാണ്, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. He believed in the power of the words of Jesus. യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു. യേശുവിൻ്റെ വാക്കുകൾക്ക് ജീവനുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. യേശുവിൻ്റെ വാക്കുകൾ ആത്മാവാണെന്ന് അവൻ വിശ്വസിച്ചു. എവിടെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 6:63 യേശു തന്നെ പറഞ്ഞതാണ്, the words that I speak, they are spirit and they are life.
എന്താണ് യേശു പറയുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതാണ് അവൻ വിശ്വസിച്ചത്. യേശുവിൻ്റെ ഒരു വാക്കിൽ അവൻ്റെ ആത്മാവുണ്ട്, യേശുവിൻ്റെ വാക്കിൽ അവൻ്റെ ജീവനുണ്ട്. അതാണ് അവൻ അപേക്ഷിച്ചത്. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ഒരു വാക്കിൽ അവൻ്റെ ആത്മാവുണ്ട്, യേശുവിൻ്റെ വാക്കിൽ അവൻ്റെ ജീവനുണ്ട്. അതാണ് അവൻ അപേക്ഷിച്ചത്. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാട്ടെ, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അവൻ വിശ്വസിച്ചത് ആരിലാണ്? He believed in the God who calls into existence that which does not exist. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവത്തിലാണ് അവൻ വിശ്വസിച്ചത്. റോമർ 4:17 ഇല്ലാത്തതിനെ, അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം ഇപ്പോൾ ലഭിച്ചിട്ടില്ല, പക്ഷേ യേശു ഒരു വാക്ക് പറഞ്ഞാൽ ഇല്ലാത്ത സൗഖ്യം ഉളവാകും. ഹല്ലേലൂയ. അതാണ് അവൻ വിശ്വസിച്ചത്. അവൻ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞാട്ടെ, എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകും. ഹല്ലേലൂയ. യേശു എന്നോട് അവൻ പറയുന്നത് എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു നീ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവമാണ്. എനിക്ക് അങ്ങിൽ നിന്ന് ഒരു വാക്ക് മാത്രം മതി. എൻ്റെ ഈ അവസ്ഥയ്ക്കായിട്ട്, എൻ്റെ ഈ സാഹചര്യത്തിനായിട്ട് എനിക്ക് അങ്ങിൽ നിന്ന് ഒരു വാക്ക് മാത്രം മതി കർത്താവേ. ഇതായിരിക്കണം നമ്മളുടെയും ഈ ദിവസങ്ങളിലെ ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ ജീവിതത്തിലും ഇതായിരിക്കണം നമ്മൾ പറയുന്നത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഒരു വാക്ക് മാത്രം മതി. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാട്ടെ കർത്താവേ. വചനത്തിലുണ്ട്, യേശുവിന് അനേകം വാക്കുകളുണ്ട്, ദൈവത്തിന് അനേകം വാക്കുകളുണ്ട്. ദൈവപൈതലേ, നിൻ്റെ ആ സാഹചര്യത്തിന്, നിൻ്റെ ആ അവസ്ഥയ്ക്കായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലുക്ക് ടു ജീസസ് ഫോർ ഹിസ് വേർഡ്. ആദ്യമേ ലുക്ക് ടു ജീസസ് ഫോർ ഹിസ് വേർഡ്. വൺസ് യു റിസീവ് ദാറ്റ്, ഹോൾഡ് ഓൺ ടു ജീസസ് ആൻഡ് ഹിസ് വേർഡ്. ആദ്യമേ ലുക്ക് ടു ജീസസ് for his word, then hold on to Jesus and his word. Next, be transformed by Jesus through his word, and fourthly, be blessed by Jesus from his word. Hallelujah. ഒരിക്കൽ കൂടി പറയാം. Look to Jesus for his word. കർത്താവിലേക്ക് നോക്കുക. ഒരു വാക്ക് മതി കർത്താവേ അങ്ങിൽ നിന്ന് എൻ്റെ ഈ സാഹചര്യത്തിനായിട്ട്. രണ്ടാമതായിട്ട്, ഹോൾഡ് ഓൺ ടു ജീസസ് ആൻഡ് ഹിസ് വേർഡ്. കർത്താവിൽ നിന്ന് ഒരു വചനം ലഭിക്കുമ്പോൾ അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത്, ഹോൾഡ് ഓൺ ടു ജീസസ് ആൻഡ് ഹിസ് വേർഡ്. മൂന്നാമതായിട്ട്, ബി ട്രാൻസ്ഫോംഡ് ബൈ ജീസസ് ത്രൂ ഹിസ് വേർഡ്. ആ ഒരു വചനം ലഭിക്കുമ്പോൾ, ആ ഒരു വാഗ്ദത്തം ലഭിക്കുമ്പോൾ, അത് നമ്മളെ തന്നെ ഒന്നും രൂപാന്തരപ്പെടുത്തുവാൻ അനുവദിക്കുക. നാലാമതായിട്ട് നമ്മളൊരു സ്ഥലത്തെത്തും. എന്താണ്? യു വിൽ ബി ബ്ലെസ്ഡ് ബൈ ജീസസ് ഫ്രം ഹിസ് വേർഡ്. ഹല്ലേലൂയ. കർത്താവ് തന്നെ ആ വചനത്തിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയണോ? ലുക്ക് ടു ജീസസ് ഫോർ ഹിസ് വേർഡ്. ഹോൾഡ് ഓൺ ടു ജീസസ് ആൻഡ് ഹിസ് വേർഡ്. ബി ട്രാൻസ്ഫോംഡ് ബൈ ജീസസ് ത്രൂ ഹിസ് വേർഡ്. ഫൈനലി, ബി ബ്ലെസ്ഡ് ബൈ ജീസസ് ഫ്രം ഹിസ് വേർഡ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, കർത്താവേ, ഒരു വാക്ക് മതി, അങ്ങ് കൽപ്പിച്ചാട്ടെ, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം ലഭിക്കും. അവൻ പറഞ്ഞത് എന്താണ്? 9-ാം വാക്യത്തിൽ, കർത്താവേ, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ യഥാർത്ഥമായിട്ട് ഒരു അറിവുണ്ടായിരുന്നു അധികാരത്തെ പറ്റി. അവൻ പറയുകയാണ്, ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, ഞാൻ ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ വാക്കുകൾക്ക് അധികാരമുണ്ട്. ഞാൻ ഒരുത്തിനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. കർത്താവ്, ഞാനൊരു വെറും ഒരു മനുഷ്യനായിട്ട് എൻ്റെ വാക്കുകൾ ഇത്രയും അധികാരമുണ്ടെങ്കിൽ, കർത്താതി കർത്തനായ അങ്ങയുടെ വാക്കുകൾക്ക് എത്ര അധികാരമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് പറയുന്ന ഒരു വാക്ക് അതിൻ്റെ ഉദ്ദേശം നിറവേറ്റാതെ തിരികെ വരികയില്ല. യെശയ്യാവ് 55:11 ഹല്ലേലൂയ. എന്താണെന്ന് പറയുന്നത്? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവമേ, കർത്താവേ, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ അത് എന്തുദ്ദേശിക്കുന്നു അത് നിറവേറ്റാതെ തിരികെ വരികയില്ല. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാട്ടെ, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. ഒരു വാക്ക് മാത്രം മതി കർത്താവേ. അങ്ങയുടെ വാക്കിൽ കൂടി എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് നിറവേറ്റപ്പെടും.
വചനം പറയുന്നത് 10-ാം വാക്യത്തിൽ പറയുന്നു, അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. യേശു അവന്റെ വിശ്വാസം കണ്ട് അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് പറയുന്നത്? യേശു അവന്റെ വിശ്വാസം കണ്ട് അതിശയിച്ചു. ജീസസ് മാർവൽഡ് അറ്റ് ഹിസ് ഫെയ്ത്ത്. ഇതെന്തു വലിയ വിശ്വാസം! യേശു പറയുവാണ്, ഈ ഇസ്രായേൽ മക്കളുടെ ഇടയ്ക്ക് കൂടി ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. മനസ്സിലാക്കുക, അന്ന് അബ്രഹാമിന്റെ ഡിസെൻഡൻസ്, അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളിൽ കൂടി ഇതുപോലെ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് യേശു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും യിസ്ഹാക്കിനോടും യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കാലത്ത് we have to be very careful that we do not end up thrown into the darkness. പലരും പറയും, ഞാൻ വിശ്വാസിയാണ്, ദൈവ പൈതലാണ്. എന്നാൽ യേശു വരുമ്പോൾ നമ്മളിൽ ഇങ്ങനെയുള്ള വിശ്വാസം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ ഈ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുന്നവരായി പോകും. യേശു പറയുകയാണ്, ദൈവമക്കളെന്ന് പറയുന്നവരുടെ ഇടയ്ക്ക് പോലും ഞാൻ ഇങ്ങനെ വിശ്വാസം കണ്ടിട്ടില്ല. എന്നിട്ട് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, സൂക്ഷിക്കണം. അവസാന നാളിൽ വരുമ്പോൾ നിങ്ങളിലും ഈ ശതാധിപനെ കണ്ടതുപോലെയുള്ള വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളും അന്ധകാരത്തിലേക്ക് തള്ളപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് യേശു ആ ശതാധിപനോട് പറഞ്ഞു, 13-ാം വാക്യം, പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. പറഞ്ഞാട്ടെ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. എന്താണ് യേശു പറഞ്ഞത്? പോക, നീ ഇങ്ങോട്ട് വന്നത് നിന്റെ ഭാരം കൊണ്ടാണ്. ഞാൻ ആ ഭാരത്തെ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ വിശ്വാസത്തെ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ഭാരത്തെ ഏറ്റെടുത്തിരിക്കുന്നു. നീ ഇനി പോക. എന്താണ്? നീ വിശ്വസിച്ചതുപോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. നീ വിശ്വസിച്ചതുപോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. നീ പ്രസ്താവിച്ചതുപോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. ദൈവമക്കളെ, നീ വിശ്വസിച്ചതുപോലെ തന്നെ നിനക്ക് ഭവിക്കും. നീ പ്രസ്താവിച്ചതുപോലെ തന്നെ നിനക്ക് ഭവിക്കും. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ എന്താണ് പ്രസ്താവിക്കുന്നതെന്ന്, നമ്മുടെ ആദരങ്ങൾ കൊണ്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ വളരെ സൂക്ഷിക്കണം. നിന്റെ സാഹചര്യം വളരെ പ്രയാസമുള്ളതായിരിക്കാം. Your situation might be difficult, but speak faith. Your situation might be troublesome, but speak faith. ദൈവമക്കൾ ഈ സമയത്ത് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വാക്കുകളായിരിക്കണം. Speak the words of God. Speak what His word says. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത് അത് പ്രസ്താവിക്കുക. അതുകൊണ്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ പ്രയാസമുണ്ടായിരിക്കാം, പക്ഷെ പറയണം, എന്നാൽ എൻ്റെ ദൈവം എനിക്കായിട്ടുള്ളത് ചെയ്തു തരും. ഹല്ലേലൂയ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. വിശ്വാസം, നിന്റെ വിശ്വാസം പ്രസ്താവിച്ചാട്ടെ. 2 കൊരിന്ത്യർ 4:13 വാക്യം, 2 Corinthians 4:13, we believe and so we speak. എന്താണ് അവിടെ പറയുന്നത്? ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നീ വിശ്വസിക്കുന്നത് നീ സംസാരിക്കുക. അവിശ്വാസം സംസാരിക്കരുത്. നിന്റെ അധരങ്ങളിൽ വരുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രമായിരിക്കണം. എല്ലാവർക്കും, കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കുക. സദൃശവാക്യങ്ങൾ 18:21 വാക്യം, Proverbs 18:21 says, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. എന്താണ് പറയുന്നത്? Death and life are in the power of the tongue. Those who love it will eat its fruit. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഇവന്റെ നാവ് കൊണ്ട് ഇവൻ പ്രസ്താവിച്ചത് തന്നെ ഇവൻ അനുഭവിച്ചു. യേശു അവനോട് പറഞ്ഞു, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. നീ പറഞ്ഞതുപോലെ, നീ പ്രസ്താവിച്ചതുപോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. വചനം പറയുന്നു, ആ നാഴികയിൽ തന്നെ, പറഞ്ഞാട്ടെ, ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഹല്ലേലൂയ. ആ നിമിഷം, ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഏത് നാഴികയിൽ? അവൻ യേശുവിന്റെ അധികാരത്തിൽ വിശ്വസിച്ച നാഴികയിൽ. ഹല്ലേലൂയ. ഏത് നാഴികയിൽ? അവൻ യേശുവിന്റെ വാക്ക് താഴ്മയോടെ സ്വീകരിച്ച നാഴികയിൽ. ഏത് നാഴികയിൽ? അവന്റെ വിശ്വാസം പ്രസ്താവിച്ച നാഴികയിൽ അവന്റെ ബാല്യക്കാരന് സൗഖ്യം ലഭിച്ചു.
ഇന്ന് നിങ്ങളുടെ നാഴികയാണ്. ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ഇത് നിങ്ങളുടെ നാഴികയാണ്. ദിസ് ഈസ് യുവർ അവർ, എവറി വൺ ഓഫ് യു. ഇന്ന് നിങ്ങളുടെ സമയമാണ്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം മുൻപാകെ തുറന്നാട്ടെ. എന്താണ് ദൈവ പൈതലേ നിന്റെ ജീവിതത്തിലെ പ്രയാസം? എന്താണ് നിന്നെ അനേകം ദിവസങ്ങൾ കണ്ണുനീരിൽ ആഴ്ത്തിയിരിക്കുന്ന ആ പ്രയാസം? നിനക്ക് ചിലപ്പോൾ മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ യേശുവിൻ്റെ അടുത്ത് വന്നാട്ടെ. നിന്റെ പദവിക്കോ, നിന്റെ ബന്ധങ്ങൾക്കോ, നിന്റെ പണത്തിനോ, നിന്റെ കഴിവിനോ ഒന്നും നിന്നെ സഹായിക്കാൻ വയ്യാത്തൊരു വിഷയമായിരിക്കാം. എന്നാൽ ഇന്ന് നീ ദൈവസന്നിധിയിലേക്ക് വന്നാട്ടെ. കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാട്ടെ. അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം, അങ്ങ് മാത്രമാണ് എൻ്റെ സഹായം, എനിക്ക് മറ്റാരുമില്ല ദൈവമേ എന്ന് പറഞ്ഞാട്ടെ. If you make anyone else your help, you will not truly know the Lord's help in your life. ഇന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാട്ടെ. Lord, I'm not looking to anyone else anymore. I'm looking only to you, Lord Jesus. You are my help. You are my strength. You are my refuge. You are my fortress, Lord. അങ്ങ് തന്നെ എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാകുന്നു കർത്താവേ എന്ന് പറഞ്ഞാട്ടെ. എന്നിട്ട് യേശുവിൽ തന്നെ നിന്റെ ആശ്രയം വെച്ചാട്ടെ. യേശുവിനെ മാത്രം നിന്റെ ആശ്രയമാക്കിയാട്ടെ. യേശുവിനോട് പറഞ്ഞാട്ടെ, എനിക്കിന്ന് അങ്ങിൽ നിന്ന് ഒരു വാക്ക് മതി കർത്താവേ, ഒരു വാക്ക് മതി കർത്താവേ. എൻ്റെ ഈ സാഹചര്യത്തിനായിട്ട് അങ്ങയുടെ ഒരു വാക്കിനുമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്നോടൊന്ന് സംസാരിക്കണമേ. നിന്റെ ഹൃദയം നീ താഴ്മയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ തുറക്കുമ്പോൾ ദൈവം മുൻപാകെ ഒരിക്കലും നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ കഴിവുകൊണ്ടോ വരരുത്. താഴ്മയോടെ വരിക, താഴ്മയോടെ അപേക്ഷിക്കുക. അങ്ങന്റെ പുരയിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. അങ്ങിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ ഞാൻ യോഗ്യനായിട്ടല്ല കർത്താവേ ഞാൻ വരുന്നത്. ഞാൻ ഒന്നുമല്ലാതെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങൊന്ന് കൽപ്പിച്ചാട്ടെ എൻ്റെ ജീവിതത്തിലേക്ക്, ഒന്ന് കൽപ്പിച്ചാട്ടെ. അങ്ങയുടെ ഒരു വാക്ക് മതി കർത്താവേ എൻ്റെ ജീവിതം മാറുവാൻ. യേശുവേ, ഒരു വാക്ക് മതി എൻ്റെ ജീവിതം എന്ന് മാറുവാനായിട്ട്. നമുക്ക് കർത്താവിനോട് പറയാം. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ആ വിഷയം, നിന്നെ അലട്ടുന്ന വിഷയം, നിന്നെ സങ്കടപ്പെടുത്തുന്ന വിഷയം, നിന്റെ ഉറക്കത്തെ ഈ ദിവസങ്ങളിൽ വളരെ വളരെ പ്രയാസപ്പെടുത്തുന്ന വിഷയം, നിനക്ക് കഴിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ നീ കഷ്ടപ്പെടുന്ന ഒരു വിഷയം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. താഴ്മയോടെ, സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ യേശുവിനെ മാത്രം നിന്റെ ആശ്രയമാക്കിക്കൊണ്ട് കർത്താവിലേക്ക് വരിക. വചനത്തെ നീ സ്വീകരിക്കുക. യേശുവിൻ്റെ വചനത്തെ നീ സ്വീകരിക്കുക. യേശുവിൻ്റെ വാഗ്ദത്തത്തെ നീ സ്വീകരിക്കുക. അനേക വാഗ്ദത്തങ്ങളുണ്ട് വചനത്തിൽ, ബൈബിളിൽ, വേദപുസ്തകത്തിൽ. എന്നാൽ കർത്താവ് നീ താഴ്മയോടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ അനേക വാഗ്ദത്തങ്ങളിൽ നിന്ന് ദൈവം ഒരു വാക്ക് നിന്നോട് സംസാരിക്കും. അത് നിന്റെ സാഹചര്യത്തിൽ, നിന്റെ അവസ്ഥയിൽ ദൈവത്തിന് നിന്നോടുള്ള വാക്കായിരിക്കും. ആ വാക്കിനെ നീ മുറുകെ പിടിക്കുമ്പോൾ, യേശുവിനെ മുറുകെ പിടിക്കുമ്പോൾ, ആ വാക്കിൽ കൂടി, വചനത്തിൽ കൂടി നീ തന്നെ രൂപാന്തരപ്പെടുവാൻ അനുവദിക്കുമ്പോൾ കർത്താവ് നിന്നിൽ ഒരു പ്രവൃത്തി ചെയ്യും. അതിനോട് കൂടെ നിനക്കായിട്ടുള്ള അത്ഭുതം ദൈവം ചെയ്തു തരികയും ചെയ്യും. മുൻപേ ദൈവരാജ്യവും അവന്റെ നീതിയും നീ അന്വേഷിക്കുമ്പോൾ നിനക്കായിട്ട് ആവശ്യമുള്ളതെല്ലാം ദൈവം നിനക്ക് ചെയ്തു തരികയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ഇന്ന് അങ്ങയുടെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവല്ലോ കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള ദൈവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് ആ ശതാധിപനെ പോലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളൊന്നും സ്വന്തം സാമർഥ്യമോ കഴിവുള്ളവരായിട്ടല്ല കർത്താവേ, ഒരു നന്മയും ഒരു യോഗ്യതയും ഉള്ളവരായിട്ടല്ല ദൈവമേ. ഞങ്ങൾ ഒന്നുമല്ലാതായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങ് മാത്രം ഞങ്ങളുടെ സഹായം, അങ്ങ് മാത്രം ഞങ്ങളുടെ ആശ്രയം ദൈവമേ. അങ്ങയുടെ വചനത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളോട് അവിടെ നിന്ന് സംസാരിക്കണമേ കർത്താവേ. ചില ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുവാനും വചനം വായിക്കുവാനും കർത്താവെ അവർ പ്രയാസപ്പെടുന്നു. അവരെയൊക്കെയും ജീവിതത്തിൽ ഇന്ന് അങ്ങ് കൃപ നൽകണമേ. അങ്ങയുടെ കൃപയിൽ കൂടി കർത്താവെ അവരെ സഹായിക്കണമേ. യേശുവിൻ്റെ രക്തത്തിൽ കൂടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കൂടി അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. വചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ, അങ്ങിൽ നിന്ന് കർത്താവെ ഒരു വാഗ്ദത്തം സ്വീകരിക്കുവാൻ, സത്യമായിട്ട് അവരുടെ പ്രയാസത്തെ അങ്ങയുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ, അങ്ങയുടെ വാഗ്ദത്തം സ്വീകരിക്കാൻ, അതിനെ മുറുകെ പിടിക്കുവാൻ കർത്താവെ ഓരോ ദൈവമക്കൾക്കും അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, വിവാഹ ജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു,
കുടുംബജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, ജോലികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, ബിസിനസ്സുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും കർത്താവേ അങ്ങയുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദൈവമക്കളും ഈ നാളുകളിൽ രൂപാന്തരപ്പെടുവാൻ, അങ്ങയുടെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുവാൻ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി, അങ്ങയുടെ വചനത്തിൽ കൂടി അങ്ങയുടെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാൻ, അങ്ങയുടെ മക്കൾക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതിനായിട്ട് ഓരോരുത്തരെയും ഒരുക്കണമേ, സഭയായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് എന്നെ പ്രവർത്തിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.